കേരള ഹൈക്കോടതിയിലെ ഒരു ഹേബിയസ് കോർപ്പസ് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെയും ജസ്റ്റിസ് MP സ്നേഹലതയുടെയും മുമ്പിലാണ് ഈ ഹേബിയസ് കോർപ്പസ് വന്നത്. അസാമാന്യമായ ഒരു തട്ടിപ്പിൻ്റെ കഥയാണ് ഇതിൽ നിന്ന് ചുരുളഴിഞ്ഞത്. ഇത് മലയാളികൾ ബേസിക്കായിട്ട് ഫ്രോഡാണ് എന്ന് ഞാൻ പല സന്ദർഭത്തിലും പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് ടിപ്പിക്കലായിട്ടൊരു ഉദാഹരണമാണ് ഈ ഹേബിയസ് കോർപ്പസിലൂടെ അനാവരണം ചെയ്തു വരുന്നത്. ഇത് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് ചെന്നൈയിൽ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജൂനിയർ എഞ്ചിനീയർ കേരള ഹൈക്കോടതിയിലെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ഇയാള് 63 വയസ്സ് 64 വയസ്സുണ്ട്. ഇയാള് വിവാഹമോചനം ചെയ്തവർക്കായുള്ള ഒരു മാട്രിമോണിയലിനകത്ത് പരസ്യം കൊടുത്തു. അപ്പോൾ ഒരു സ്ത്രീ കയറി കൊത്തി. ഗ്വാളിയറിലുള്ള സ്ത്രീയാണ്, ശ്രദ്ധാലെനി പേരുകൊണ്ട്, മലയാളിയാണെന്ന് അയാൾക്ക് തോന്നി. അയാള് അവരോട് താല്പര്യം കാണിച്ചു. അങ്ങനെ ശ്രദ്ധാലെനിനെ ആ 43-44കാരിയെ ഈ ജൂനിയർ എഞ്ചിനീയർ 63-64കാരൻ വിവാഹം കഴിച്ചു. 2022 സംഭവം. അതിനുശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും. ഗ്വാളിയറിലെ അഡ്രസ്സിലാണെങ്കിലും അവിടാണ് വീടെന്നൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ വന്നാൽ തൃശ്ശൂർ സ്വദേശി ജോസഫ് സ്റ്റീവൻ എന്നൊരാളുണ്ട്. അയാളുടെ വീട്ടിലാണ് സാധാരണ താമസിക്കുന്നത്. അതും ഭർത്താവിന് അറിയാം. ഈ വിവരങ്ങൾ അയാൾ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. 2022 പോലെ ഭാര്യ ഭർത്താക്കന്മാരായി താമസിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കേരളത്തിൽ വരികയും ചെയ്യണം. അതിന് അയാൾ എതിര് പറഞ്ഞില്ല. അവിടെ കേരളത്തിൽ താമസിക്കുന്ന സ്ഥലം തൃശ്ശൂരുള്ള ജോസഫ് സ്റ്റീഫന്റെ വീട്ടിലുമാണ്. അതിൽ വലിയ കാര്യങ്ങളൊന്നും അയാൾ കണക്കാക്കിയില്ല. അത് ബന്ധുവായിരിക്കും എന്ന് വിചാരിച്ചു. 2025 ജനുവരി ആയി കഴിഞ്ഞപ്പം, ഏകദേശം 2-2.5 വർഷം കഴിഞ്ഞപ്പം, ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന ആള് ജനുവരിക്ക് ശേഷം പിന്നെ ബന്ധമില്ല. അപ്പൊ അയാള് ഈ കൊച്ചിയിലെ ഒരു മാള്, അവിടെ ഇവർ ആ മാളിലെ ഭൗതിക് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥാപനം ഇവർ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് കണ്ടു. അത് സംസാരിച്ച് പിന്നെ പ്രശ്നമില്ല. ഇവള് ചെന്നൈ പോയി. മെയ് 25 പകുതി വരെ ആ ബന്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് വാട്സപ്പിലായി, തമ്മിൽ കാണുന്നത് വാട്സപ്പിലായി. അതിനുശേഷം ജൂൺ മാസത്തിൽ 2025 കഴിഞ്ഞ ജൂണിന് ശേഷം ഒരു വിവരവുമില്ല. അവര് ഫോണില്ല, ഒന്നുമില്ല. ഇയാൾ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അവസാനം ജൂൺ മാസത്തിൽ അവസാനം ഒരു സന്ദേശം കിട്ടി. തൻ്റെ ചിത്രങ്ങളിലെ തൻ്റെ ഒരു ചിത്രവും അതിൻ്റെ കൂടെ ഒരു സന്ദേശം കൂടെ ലഭിച്ചു. ഇവർ മരണപ്പെട്ടു പോയി. അവരുടെ കല്ലറയുടെ ഫോട്ടോ വരെ അയച്ചു കൊടുക്കും. അത് കൊടുക്കുന്നത് തൃശ്ശൂർ സ്വദേശി ജോസഫ് സ്റ്റീവൻ ആണ്. എന്തായാലും അതിനുശേഷം ഇയാൾക്ക് സംശയമായി. പിന്നാലെ അഡ്വക്കേറ്റ് GM റാവു എന്ന് പറഞ്ഞ ആൾ രംഗപ്രവേശനം ചെയ്യുന്നു. അയാൾ പറഞ്ഞു, ഇവർ മരിച്ചുപോയ ശരിയാണ്, ഞാൻ അഡ്വക്കേറ്റാണ്. അവർക്ക് ഒരു 2.5 കോടി രൂപയുടെ ഒരു വസ്തുവുണ്ട്. അതിനിപ്പോൾ അവകാശി ആരുമില്ല. ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് കിട്ടും. അതിൻ്റെ ബാധ്യത ഒഴിവാക്കാൻ ഒരു 50 ലക്ഷം രൂപ വേണം. അങ്ങനെയാണ് അഡ്വക്കേറ്റ് GM റാവു പറഞ്ഞത്. ഒന്നും ആലോചിച്ചില്ല, 50 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. കാരണം 2-2.5 കോടി രൂപയുടെ പണം ഇങ്ങോട്ട് വരുമല്ലേ, അതിമോഹം 50 അങ്ങ് അയച്ചു കൊടുത്തു. അത് വാങ്ങിച്ച് സ്വല്പം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു സിസ്റ്റർ സോഫി വിളിക്കുന്നു. ഇതിൻ്റെ കർമ്മങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ കുറച്ച് പൈസ തരുന്നുണ്ട്, ഒരു 10 ലക്ഷം രൂപ അയച്ചു തരണം. സംശയമായ അയാൾക്ക് അയാള് ഇവരെ ട്രേസ് ചെയ്യാനായിട്ട് നോക്കി, കണ്ടെത്തിയില്ല. വക്കീലന്മാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഒരു ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതി കൊടുത്തു. അങ്ങനെയാണ് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതി വരുന്നത്. 2022
ഈ ആള് വാളയാറിലുള്ള ഈ പെൺകുട്ടിയെ ശ്രദ്ധ ലെനിനെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. അതെവിടെ പോയാണ് വിവാഹം കഴിച്ചത്? രജിസ്റ്റേർഡ് മാരേജ് ആണോ പള്ളിയാണോ ഒന്നും നമുക്കറിയില്ല. വിവാഹം കഴിച്ചെന്ന് ആണ് അയാൾ പറയുന്നത്. എന്തായാലും ശ്രദ്ധ മരിച്ചു. അതിൻ്റെ കല്ലറ ഒക്കെ ഇയാൾക്ക് കിട്ടി. 50 ലക്ഷം രൂപ സ്വത്ത് വരുന്നുണ്ട്, അതും കൊടുത്തു. അതിനുശേഷം ഇയാൾക്ക് തട്ടിപ്പാണെന്ന് മനസ്സിലായി. പല വക്കീലന്മാരെ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതിയിൽ എത്തിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇത് പരിശോധിച്ചു. പോലീസിനൊരു നിർദ്ദേശം കൊടുത്തു. ഈ വിവരങ്ങളെല്ലാം വെച്ച് ഭാര്യയെ കണ്ടെത്താൻ. പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ കഥ ഓരോന്നോരോന്നായി വെളിയിലോട്ട് വരുന്നത്. ഇവിടെ തൃശ്ശൂർ സ്വദേശി ജോസഫ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആള്, അയാള് ലെനിൻ തമ്പി എന്നൊരാളാണ്. ഇവര് ശ്രദ്ധ ലെനിൻ എന്നാണ്. അയാളുടെ ഭാര്യയാകാനാണ് സാധ്യത വളരെ കൂടുതൽ. അയാളും ഇവരും കൂടെ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് മനസ്സിലാവുന്നു. ഈ മാട്രിമോണിലൊക്കെ തുടങ്ങി ഇങ്ങനെ പ്രായമുള്ളവരെയൊക്കെ കണ്ടെത്തി പണം ഉണ്ടോ ഇല്ലെന്നൊക്കെ നോക്കി മനസ്സിലാക്കി. അതുപോലെ 44 ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ അയാളുടെ ഭാര്യയാകാം അങ്ങോട്ട് വിളിപ്പിക്കും. വിവരങ്ങളെല്ലാം മനസ്സിലാക്കി. തട്ടിപ്പ് നടത്താൻ നല്ലൊരാളാണ്. ഇതുവരെ 2,39,00,000 രൂപ അങ്ങാർക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് ഈ ഞെട്ടിക്കുന്ന കഥകൾ കണ്ടെത്തി. ഇത് ജോസഫ് സ്റ്റീഫൻ എന്ന് പറയുന്ന ലെനിൻ തമ്പി എന്ന് പറയുന്ന ആളാണ്. ശ്രദ്ധ ലെനിൻ എന്നാണ് ഇവരുടെ പേര്. അയാളുടെ ഭാര്യയാകാമെന്നുള്ള വിവരം അറിയില്ല. ഒന്നിച്ച് താമസിക്കുന്ന ആളാണോ എന്ന് അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവർക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ പനമ്പള്ളി നഗറിലെ ബോട്ടിക് സാധനങ്ങളും ഇങ്ങനെ തുണി സ്ഥലങ്ങളും കോസ്റ്റ്ലി സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അതാണ് അവരുടെ വരുമാന മാർഗം. ഇപ്പോൾ 2,39,00,000 രൂപ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കടയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണും. അത് വെച്ചിട്ടാണോ ഫ്ലാറ്റ് വാങ്ങിച്ചതെന്നും അറിയില്ല. ആ വിവരങ്ങൾ ഞാൻ കിടക്കുന്നു. എന്തായാലും ഹൈക്കോടതി അന്വേഷിച്ചപ്പം ഇതാണ് സംഭവങ്ങൾ എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ച് ദേവൻ രാമചന്ദ്രനെ ഇവരെ സമൺ ചെയ്തു. അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് അവരെ ഹാജരാക്കി. പോലീസ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. അവര് 3 വട്ടം ഇയാളെ തള്ളി പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, കർത്താവിനെ തള്ളി പറഞ്ഞത് അതേപോലെ ഒരു 3 വട്ടം ഇയാളെ അങ്ങ് തള്ളി പറഞ്ഞു. എൻ്റെ ഭർത്താവല്ല, ഞാൻ അയാളെ കല്യാണവും കഴിച്ചിട്ടില്ല. കഥ മാറി. അന്നേരമാണ് ഈ 2,39,00,000 കഥയെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പം ജസ്റ്റിസ് രമൻ രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജഡ്ജും കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് നിയമപരമായ ജസ്റ്റിസ് സ്നേഹലതയും ചേർന്ന് പറഞ്ഞു, നിങ്ങൾ ഭാര്യയെ കണ്ടെത്തിയിരിക്കുന്നു. ഹേബിയസ് കോർപ്പസ് അതാണ്. അത് മരിച്ചിട്ടില്ല, അവർ ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആ ശ്രീത കോടതിയുടെ മുമ്പിലുണ്ട്. കോടതിയുടെ ജോലി തീർന്നു. അപ്പോൾ അയാൾ 2,39,00,000 രൂപ കിട്ടണം. അയാളെ പറ്റിച്ചത്. അതിന് നിയമപരമായ നടപടി നിങ്ങൾക്ക് എടുക്കാം. ആ നിയമത്തിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞാണ് അയാൾ അവിടുന്ന് പിരിഞ്ഞു പോയത്. ഇത് എന്തൊരു തട്ടിപ്പിന്റെ ലോകമാണ്. അവിടെ നമുക്കറിയാം, ഇയാളുടെ ഭർത്താവ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ജോസഫ് സ്റ്റീഫൻ എന്ന നിക്നെയിം സ്വീകരിച്ചയാള്. അയാള് ലെനിൻ തമ്പി എന്നാണ് അയാളുടെ പേര്. ഇവരുടെ ശ്രദ്ധ ലെനിൻ എന്നാണ്. അയാളുടെ ഭാര്യയാകാനുള്ള സർവ്വ സാധ്യതകളുണ്ട്. ജോസഫ് സ്റ്റീഫൻ, സോഫി എന്നിവരാണ് തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഹേബിയസ് കോർപ്പസിൽ. ഏതായാലും അത് ബുദ്ധിപൂർവ്വം തന്നെയുള്ളൊരു നീക്കം തന്നെയായിരുന്നു. ഹേബിയസ് കോർപ്പസിൽ ഈ ചെന്നൈയിലുള്ള ആ ജൂനിയർ എഞ്ചിനീയർ പറഞ്ഞത്. എന്തായാലും ഇനി ഈ രീതിയിലുള്ള തട്ടിപ്പ് പല സ്ഥലങ്ങളിലും കേരളത്തിൽ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, മലയാളികൾ പൊതുവെ വലിയ ഫ്രോഡാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡുകൾ മലയാളികൾ തന്നെയെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിൽ അഭിമാനിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും വലിയ ഫ്രോഡുകൾ ലോകത്തെ ആരും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ 2,39,00,000 രൂപ എങ്ങനെയാണ് തട്ടിയെടുക്കുന്നുള്ളൊരു മാർഗം? എന്തെല്ലാം വിധത്തിലാണ് മനുഷ്യൻ പണം തട്ടുന്നത്? വല്ലവൻ്റെ പണം കൊണ്ട് വലിയ വലിയ സ്ഥാപനങ്ങളും കാറുകളും വില കൂടിയ കാറുകളും ഫ്ലാറ്റുകളും വലിയ ഷോപ്പുകളൊക്കെ നടത്തുന്നത്. 5 പൈസ ഇല്ലാത്തവരാണ് ഇവർ. നടത്തിയ തട്ടിപ്പിന്റെ മേഖല കണ്ടല്ലോ. അപ്പൊ അതൊരു നല്ല ലക്ഷണമായിട്ട് കാണണം. മലയാളികൾ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. നല്ല മലയാളികളും
വളരെയധികം ആൾക്കാരും ഇവിടെയുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ ലോകം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള തട്ടിപ്പിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മൾ കണ്ടല്ലോ. ഈ മിനി ധർമ്മസ്ഥല നമ്മുടെ ചേർത്തലയിൽ അവരെ 4 സ്ത്രീകളെ വരെ ഇപ്പം അവരുടെ വീടിൻ്റെ അയാളെ ആ പ്രതി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യാനുള്ള വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് വേറൊരു തട്ടിപ്പിൻ്റെ മേഖലയാണ്. എത്ര രീതിയിലാണ് മലയാളികൾ തട്ടിപ്പ് നടത്തുന്നതെന്ന് ഈ ഒരു ടിപ്പിക്കൽ കേസ് ഹൈക്കോടതി വരെ ഞെട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു ചുരുളഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹൈക്കോടതിയിലും അത് തന്നെയാണ് നിരീക്ഷിച്ചത്. അതുകൊണ്ട് ആളെ കണ്ടെത്തി കഴിഞ്ഞു, തട്ടിപ്പുകാരിയായ സ്ത്രീയെയും കണ്ടെത്തി കഴിഞ്ഞു. ഇനി നിയമ നടപടിയിലേക്ക് അയാൾക്ക് നീങ്ങാം.